നമ്മൾ ഫെറിയിൽ പോകണം കേട്ടോ. ഇത് വേറെയാണ്. നമ്മൾ വോൾക്കാനോ കാണാൻ പോണേ. ഇതാണ് ആ ക്രൂസിൻ്റെ ഉൾഭാഗം. ക്രൂസിൻ്റെ മുകൾ ഭാഗമാണ്. ഒരു പൈറേറ്റ്സ് ഓഫ് കരീബിയൻ എന്ന് പറഞ്ഞ ഫിലിമിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ക്രൂസാണിത്. കുറേ ആൾക്കാരുണ്ട്. ഇതാണ് എൻ്റെ വ്യൂ വരുന്നത്. ക്രൂസിനുള്ള വ്യൂ വരുന്നത്. ആ ദൂരെ കാണുന്ന മൗണ്ട് ഫിജി പോകുന്നവർക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു. ഈ ക്രൂസിൽ പോയി കഴിഞ്ഞാൽ മൗണ്ട് ഫിജി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ജപ്പാനിൽ എവിടെ പോലും ടോറി ഗേറ്റ്സ് കാണാം കേട്ടോ. എവിടെ പോലും ടോറി ഗേറ്റ്സ് ഉണ്ട്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ മൗണ്ട് ഫിജി നേരത്തെ പറഞ്ഞില്ലേ, ഇത്തിരി ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവരും മൗണ്ട് ഫിജി കിട്ടാനായിട്ട് കേട്ടോ. മൗണ്ട് ഫിജി അങ്ങനെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. ക്ലൗഡി ആണെങ്കിൽ കാണാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ചെന്നിട്ട് നമുക്കൊരു കേബിൾ കാറിൽ പോകും. ആ കേബിൾ കാറിൽ അതിൻ്റെ ടോപ്പിൽ പോകും. ഇത് ആക്റ്റീവ് കൊടുക്കാനുള്ള സ്ഥലമാണ്. ഭയങ്കര ഭംഗിയാണ് ഇതിങ്ങനെ പോകുമ്പോൾ. ഉള്ള കാഴ്ചകളാണ്. നമ്മൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. നമ്മൾ ഞാൻ ഇവിടെ ഒരു കേബിൾ കാറുണ്ട്. അറ്റത്തൊക്കെ നോക്കിയാൽ കാണുമെന്നറിയില്ല. കേബിൾ കാർ കയറിയിട്ട് നമ്മൾ മേളിലോട്ട് പോകും. ക്രൂസിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾക്കാർ നടക്കുന്നതാണ്. ഇവിടുത്തെ കേബിൾ കാറാണോ? എത്ര പേരാ നോക്കിയ? കേബിൾ കാറിലോട്ട് കയറുന്നതാണ്. വലിയ കേബിൾ കാറാണ്. സൾഫർ കുറഞ്ഞ് മറ്റേ തോടെയൊക്കെ കണ്ട ഇവിടെ ഭയങ്കര ചീഞ്ഞ മുട്ട സ്മെല്ലോ. വോൾക്കാനോ നമ്മള് കേബിൾ കാറിൽ നിന്ന് ഇറങ്ങണേണ്. സൾഫറാണ്, സൾഫർ. നമ്മൾ കേബിൾ കാർ കയറി കഴിഞ്ഞ് ഇവിടെ എത്താം. ഞാൻ നേരത്തെ കേബിൾ കാറിൽ നിന്ന് കാണിച്ചു തന്നില്ലായിരുന്നോ? ഇത് സൾഫറാണ്. അത് ഓട്ടോമാറ്റിക് വരുന്നത്. അതുവരെ അത് കളക്ട് ചെയ്യുന്നു സൾഫർ. ഇവിടെ കംപ്ലീറ്റ് ഈ ചീഞ്ഞ മുട്ടയുടെ സ്മെല്ല, സൾഫറിൻ്റെ സ്മെല്ല് അങ്ങനെയാണല്ലോ, പഴകിയ മുട്ടയുടെ സ്മെല്ല്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ ബ്ലാക്ക് എഗ്സ്. അപ്പോൾ ബ്ലാക്ക് എഗ്സ് വാങ്ങിക്കാം, കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. കറുത്ത കളറുള്ള മുട്ട.
ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഹക്കോൺ. ഹക്കോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഹക്കോൺ എർത്ത് വാലി എന്ന് തന്നെ അറിയപ്പെടുന്നു. ഒക്കനക്കുടി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഹക്കോണിലെ സ്പെഷ്യൽ ബ്ലാക്ക് എഗ്സ് എന്ന് പറയും. നോർമൽ എഗ്ഗാണ് ഇത്. സൾഫറിൻ്റെ വാട്ടറിലൊക്കെ ഇട്ടിട്ട് ഈ കളറാക്കും. കഴിക്കുന്നത് എങ്ങനെ കഴിച്ച് പൊട്ടിച്ച് നോർമൽ എഗ്ഗ് തന്നെ. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നോർമൽ എഗ്ഗ് പോലെ തന്നെയാണ്. ചെറിയൊരു അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കണായിരുന്നു ശരിക്കും.